അങ്കമാലിയിൽ കിടപ്പുമുറിക്ക് തീപിടിച്ച് വെന്തു മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. അങ്കമാലി സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രൽ സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് പേരാണ് പാറക്കുളം റോഡിലെ അയ്യമ്പള്ളി വീട്ടിലെത്തിയത്. അതേസമയം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിശദമായ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് പോലീസിന് കൈമാറും. ഹൃദയഭേദകമായിരുന്നു അയ്യമ്പള്ളി വീട്ടിലെ കാഴ്ചകൾ. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നെയ്തുകൂട്ടിയ സ്വന്തം വീട്ടിൽ ആ 4 പേരുടെയും ചേതനയേറ്റ ശരീരങ്ങൾ എത്തിച്ചപ്പോൾ കണ്ടുനിന്നവരെല്ലാം വിങ്ങിപ്പൊട്ടി. മകന്റെയും മരുമകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾക്കരികെ സങ്കടമടക്കാനാവാതെ തളർന്നിരുന്ന മാതാവ് ചിന്നമ്മയെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കൾ വിഷമിച്ചു. നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ട ബിനീഷിനെയും ഭാര്യ അനുമോൾ മാത്യുവിനെയും മക്കളായ ജൊവാന, ജസ്വിൻ എന്നിവരെയും അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് പേരാണ് വീട്ടിലേക്ക് എത്തിയത്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലായിരുന്ന മൃതദേഹങ്ങൾ രാവിലെ 11 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. 12:30യോടെ അന്ത്യകർമ്മങ്ങൾ തുടങ്ങി. പിന്നീട് അങ്കമാലി സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രൽ സെമിത്തേരിയിലെത്തിച്ച് മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിഷപ്പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായതാണ് 4 പേരും തീയിലകപ്പെട്ട് വെന്തുമരിക്കാൻ ഇടയായതെന്നാണ് നിലവിലെ കണ്ടെത്തൽ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിശദമായ റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.